എന്തുട്ടല്ലേ ഒരു പൂരം നടക്കണ മൂടില്ലേ? അല്ലെങ്കിലും പൂരം തന്നെയാണല്ലോ നമ്മുടെ കലാപൂരം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ തൃശ്ശൂര് കലോത്സവം വന്നത് നല്ല വൈബായിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു വർഷം കൂടെ കാത്തിരിക്കണം. അതിനിപ്പോ ഏത് ജില്ലയിലാന്ന് ആർക്കറിയാം. എന്നാലും ഇത്തവണ ആരായിരിക്കൂലേ കപ്പടിക്കാൻ പോണത്? കണ്ണൂരാന്നാ കേട്ടെ. പക്ഷെ ഒപ്പത്തിനൊപ്പം കോഴിക്കോടും തൃശ്ശൂരൊക്കെ ഉണ്ട്. പക്ഷെ നോക്കാം നമുക്ക്. നീ വല്ല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. നീയോ? നമുക്കേ ഒന്ന് ചുറ്റിയാലോ? അതെ, ഇനി ഒരു നാൾ കൂടിയല്ലേ ബാക്കിയുള്ളൂ. അതെ, ആ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ? നോക്കാൻ രസമുണ്ട്. ശരിക്കും തൃശ്ശൂർ നൈറ്റ് വൈബ് ഇത്ര പൊളിയാണെന്ന് ഇപ്പോഴാണല്ലേ മനസ്സിലായത്? പിന്നല്ലാണ്ട് എന്തൊരു കളർഫുള്ളാ. ഇവിടുത്തെ കലോത്സവത്തില് എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു കാര്യം? എനിക്ക് കൊറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊറേ കലാരൂപങ്ങളുണ്ട്. അവരെ അവതരിപ്പിക്കണതും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവരൊക്കെ കോസ്റ്റ്യൂം ചെയ്ത് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇടയിൽ കൂടെ വരുമ്പോ അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ശരിക്കും കുട്ടികളെ സമ്മതിക്കുന്നല്ലേ? കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ക്ഷമിച്ച് നിൽക്കണ്ടേ? പക്ഷെ രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പൊ ശാന്തമായി ഒരു നല്ല കാലാവസ്ഥയായി. ഒരു പ്രത്യേകത ഉണ്ട്. ചിലവർക്ക് ചിലപ്പോ ഇത് ആദ്യത്തെ മത്സരമായിരിക്കും, ചിലവർക്ക് പക്ഷെ ഇതൊരു അവസാനത്തെ വേദിയായിരിക്കും. അത് കുറച്ച് വിഷമാണെങ്കിൽ പോലും തന്നെ നമുക്ക് ഇനി വരുന്ന കലോത്സവങ്ങളായാലും ഇഷ്ടം പോലെ വന്നിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് പരിപാടികൾ കാണാനും അതൊക്കെ പറ്റും. കലോത്സവം അവസാനിച്ചാലും ഓർമ്മകൾ അവസാനിക്കുന്നില്ല. അത് ഉറപ്പാണ്. ഭയങ്കര എന്തൊക്കെയാണെങ്കിലും ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. അത് നമുക്ക് ഭയങ്കരമായിട്ട് മെമ്മറബിളായി തീർക്കാൻ പറ്റുന്ന കുറേ ദിവസങ്ങളാണ് ഈ 5 ദിവസം എന്നുള്ളത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമുള്ള പരിപാടിയാണ്. പിന്നെ നീ ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടെ ആർക്കും വെള്ളം കുപ്പി കയ്യിലുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതെ, നാരങ്ങ വെള്ളം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ്. അതെ, പല കമ്മിറ്റിക്കാര്, പല ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ അസോസിയേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ പൂരങ്ങൾ വന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഓരോ ആൾക്കാരുടെയും കുപ്പി വെള്ളം കൊണ്ട് നടക്കാം. അതെ അതെ, എല്ലാവരും തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതും പലതരത്തിലുള്ള വെള്ളം എന്ന് പറയുമ്പോൾ സാധാരണ വെള്ളമല്ല, വെള്ളം അതും കുറച്ച് ഔഷധ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒക്കെ വെള്ളങ്ങള്. പിന്നെ വേറെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ട് വന്നാൽ പോലും നമ്മുടെ അവിടെയുള്ള ഒരു നല്ല രീതിയിലുള്ള സ്നാക്സ്, വക നല്ല സ്നാക്സ്, അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഓരോ ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര പ്രത്യേകത കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, അവിടെ കലയാണ് ലഹരി എന്ന് പറഞ്ഞ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതില് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. നീ വരച്ചായിരുന്നോ? ഞാൻ വരച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യണം. ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ ഒരു പാമ്പിന്റെ രൂപത്തിലൊക്കെ വരച്ച, പക്ഷെ ഒരു കാരിക്കേച്ചർ ചിത്രമാണ്. പക്ഷെ ഒരു കാരിക്കേച്ചർ ചിത്രമായിരുന്നു. അങ്ങനെ ഒരുപാട് കലോത്സവ ഓർമ്മകളായിട്ട് ഈ കലോത്സവം അങ്ങോട്ട് അവസാനിക്കല്ലേ? അതെ, പുതിയ കലോത്സവ ഓർമ്മകൾക്കായി കാത്തിരിക്കാം. ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം പ്രിയങ്ക, സൂര്യപ്രകാശ്.